ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഡേയുടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സിറയ്ക്കൊന്ന് മാറ്റി പിടിക്കണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം സിറയ്ക്ക് തന്നെയാണ് പാപ്പയായിരിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറഞ്ഞു വരാം. ഒരു 8 മണിയൊക്കെ ആവാറായപ്പോൾ ഞങ്ങൾ കരോളിന് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. സോണിച്ചേട്ടയുടെ വണ്ടിയിൽ എല്ലാ കൊല്ലവും ഒരു സ്പീക്കർ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ കരോളിന് പോകുന്നത്. ഹാപ്പി ക്രിസ്മസ് പറയാം. ഞങ്ങൾ കരോളിന് ജസ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ അതേ പൊക്കത്തുനിന്ന് കുറച്ച് പിള്ളേർ സൈക്കിളിൽ ക്രിസ്മസ് പാപ്പയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം സിറയ്ക്കിന് കൂട്ടായിട്ട് നിക്കോയും ഉണ്ടായിരുന്നു കേട്ടോ. നിക്കോയും കുഞ്ഞ് ക്രിസ്മസ് പാപ്പയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത്. സിറയ്ക്കും നിക്കോയും കൂടിയിട്ടാണ് ഫുൾ ഡാൻസ് ഒക്കെ ആദ്യം ഞങ്ങൾ പോയത് ജോജി ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് പടക്കമൊക്കെ പൊട്ടിച്ചു, അതിന് കേക്കൊക്കെ കഴിച്ച് കുറച്ച് ഡാൻസൊക്കെ കളിച്ചിട്ട് തിരിച്ചു പോകുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് കയറുന്ന കുറച്ച് വീടുണ്ട്. ആ വീട്ടിൽ മാത്രമേ ഞങ്ങൾ കയറാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വീട്ടിലെ ആൾക്കാരെല്ലാവരും നമ്മുടെ കരോളിലും ഉണ്ടായിരിക്കും. ക്യാമറ കൊണ്ട് വന്നപ്പോൾ ബോബോ നൈസായിട്ടൊന്ന് മുങ്ങാൻ നോക്കിയതാണ്. ഇതാട്ടോ അരിൻ ജോഷി, ആൾ ഓസ്ട്രേലിയക്കാരനാണ്. ഇപ്പം നമ്മുടെ ഫാമിലി മെമ്പറിനെ പോലെ ആട്ടോ. പണ്ട് ബോബോയുടെ ട്രാവൽസിൽ ഗസ്റ്റായിട്ട് വന്നായിരുന്നു. ഇപ്പം നമ്മുടെ ഇവിടെ എല്ലാ പരിപാടിക്കും ആൾ ലീവ് എടുത്ത് വരാറുണ്ട്. നിക്ക് തന്നെ ആയാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട് കേട്ടോ. പാവ അവൻ ഇത്രയും നേരം തുള്ളിക്കൊണ്ടിരുന്ന ഒരു ചെണ്ട കിട്ടിയപ്പോഴത്തേക്കും അവൻ തുള്ളൽ നിർത്തി ആ ചെണ്ട കൊട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട്. ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ അടുത്തുള്ള പിള്ളേരെല്ലാവരും വെക്കേഷനും കാര്യങ്ങൾക്കൊക്കെ വരും. പിന്നെ പുറത്തുള്ളവരെല്ലാവരും തന്നെ മാക്സിമം ക്രിസ്മസിൻ്റെ സമയമാകുമ്പോഴത്തേക്കും വരാൻ നോക്കാറുണ്ട്. ഞങ്ങളൊരു 7 വീട്ടേതാണ് കയറിയിട്ടുണ്ട്. ഇത് 8ാമത്തെ വീടെന്തോ. എന്നിട്ട് നിക്കോയ്ക്ക് യാതൊരു മടുപ്പുമില്ല കേട്ടോ. അവൻ ആ ചെണ്ടയും കുട്ടിക്കൊണ്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഒക്കെ കൊടുത്ത് ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ നോക്കിയാൽ കാണാൻ എത്ര പേരുണ്ട്. നമ്മൾ ആദ്യം പോയപ്പോൾ കുറച്ച് അത്ര ആൾക്കാരില്ലായിരുന്നു. ഇപ്പോൾ ഇത് എല്ലാവരും വന്ന് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഇത് കുട്ടൻചാട്ട ഉണ്ടാക്കിയ ക്രിസ്മസ് ഡേ. നമ്മളിത് ലാസ്റ്റ് വീട് കയറാൻ പോകും. അവസാനത്തെ വീട് മോൻചേട്ടായുടെ വീടാണ്. മോൻചേട്ടായുടെ വീടും കൂടി കയറി കഴിയുമ്പോൾ പിന്നെ നമ്മൾ സോണിച്ചേട്ടായുടെ വീട്ടിൽ വന്ന് പടക്കം പൊട്ടിക്ക് പിന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. മോൻചേട്ടയുടെ പുൽക്കൂൺ അടിപൊളിയായിട്ടുണ്ടാകും. നല്ല രസം ഉണ്ടാകുന്നു കാണാനായിട്ട്. എല്ലാ കൊല്ലം മോൻചേട്ട പുൽക്കൂൺ ഉണ്ടാക്കും. എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഒക്കെ കൊണ്ടുവരാൻ നോക്കാറുണ്ട്. അരുൺജിക്ക് ഇതേ കൂട്ടായിട്ട് ഇതേ ജോയലുണ്ട് കേട്ടോ. ജോയൽ അവനിപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു 2 ഓസ്ട്രേലിയക്കാരൊന്ന് ചേർന്ന് ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് 2 പേരെ ഞാനവിടെ പിടിച്ച് നിർത്തിയേക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇതേ സോണിച്ചേട്ടയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേ പടക്കം പൊട്ടിയിട്ട് ആരംഭിക്കുകയാണ്. ബോബതേ അവിടെ പൂത്തിരി കത്തിക്കാനായിട്ട് കൊടുത്ത്. ഈ പ്രാവശ്യം ഒത്തിരി വെറൈറ്റി പടക്കം ഉണ്ടായിരുന്നു കേട്ടോ. മീൻസ് എല്ലാ പ്രാവശ്യം ഉള്ള അല്ലാണ്ട് ഇപ്രാവശ്യം ഒത്തിരി വെറൈറ്റി പടക്കം ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ 2 കൈ നിറയെ മാലപ്പടക്കൊക്കെ ഇട്ട് പോന്നു നോക്കി.
ഇതാട്ടോ മറ്റേ ആകാശവിസ്മയത്തിൻ്റെ മറ്റേ കുറ്റി, എന്ത് വലിയ കുറ്റിയാന്ന് നോക്കി, എത്ര നേരം ഉണ്ടായിരുന്നെന്നറിയാവോ. അത് അടിപൊളി സാധനമായിരുന്നു കേട്ടോ ഇത്. ഇത് കണ്ടോ, എൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ ചോട്ടാ ഭീമിൻ്റെ അകത്തെ ജഗ്ഗു ആണ്. ഇത് ഒരു തരം മറ്റേ പൂത്തിരി പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ ജഗ്ഗു പടക്കം പൊട്ടിക്കാൻ വേണ്ടി പോയത്, പക്ഷെ അത് ചീറ്റിപ്പോയി. ഇതെന്ത് പടക്കാന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇനി വല്ല പമ്പരം പോലത്തെ വല്ല സാധനമാണോ എന്നറിയത്തില്ല. ഇടയ്ക്ക് നിന്ന് വന്നിട്ട് പിന്നെ വരെ ഈ ചേട്ടാ ഇപ്പോൾ ഈ വെക്കുന്ന ഈ സംഭവം എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്തൊരു സാധനമായിരുന്നു കേട്ടോ അത്. ഇതാട്ടോ പമ്പരപ്പടക്കം. ഇത് മറ്റേ പമ്പരം കറങ്ങുന്നത് പോലെ കറങ്ങിപ്പോകും. നല്ല രസമില്ല അത് കാണാൻ. നോക്കി, ഇത് ശരിക്കും പറഞ്ഞ ഇപ്രാവശ്യം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒത്തിരി പടക്കങ്ങൾ. ഇതെങ്ങനെ പൊട്ടിക്കണം, ഇത് എങ്ങോട്ട് പറന്നു ഒന്നും അറിയത്തില്ലായിരുന്നു. മറ്റേ ഞാൻ കാണിച്ച ആകാശത്തോട്ട് പറന്ന സാധനമില്ലേ, അതായിരുന്നു ഏറ്റവും ഹൈലൈറ്റ്. സമയം ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പതുക്കെ ഫുഡൊക്കെ കഴിച്ച് തുടങ്ങുന്നുണ്ട്. ഹാപ്പി ക്രിസ്മസ്. അയ്യോ കെട്ടുപോയടാ. അങ്ങനെ നമ്മുടെ ഗുണ്ട്, മാലപ്പടക്കം അങ്ങനത്തെ കൂടിയ ഐറ്റംസൊക്കെ തീർന്നിരിക്കുകയാണ്. ഇനി കമ്പിത്തിരി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം എല്ലാവരും ലാസ്റ്റ് ഈ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് കുറച്ച് പേരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. എല്ലാ വർഷവും നമ്മൾ കരോളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ പോകുമ്പോൾ 11:30 ആവും കേട്ടോ. നമ്മൾ കരോൾ കഴിഞ്ഞ് വന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് അതിന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോകുന്നത്. 11:30 ആകുമ്പോൾ നിർത്തും. കാരണം എല്ലാവർക്കും 12 മണിക്ക് പള്ളിയിൽ പോകാനുള്ളതുകൊണ്ട് നമ്മൾ നിർത്തും. ഈ പ്രാവശ്യത്തെ ഫുഡ് എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കന് പിന്നെ ഗോബി മഞ്ചൂരിയും ഉണ്ടായിരുന്നു. നോയമ്പുള്ളവർക്ക് ഗോബി മഞ്ചൂരിയും ഉണ്ടായിരുന്നു. ഞാൻ ഈ പ്രാവശ്യം നോയമ്പ് എടുത്തിട്ടില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ പപ്പയും ഞാനും മാത്രമേ നോയമ്പ് എടുക്കാത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.